ഈ ഒരുക്കം വലിയ ദൂരത്തേക്കൊന്നുമല്ല, തൊട്ട് താഴെ വരെ പോകാനാണ്. പക്ഷെ അവിടാണ് ശരിക്കുള്ള സംഭവം നടക്കുന്നത്. ഈ വെളുപ്പിനെ എഴുന്നേക്കുന്നത് പോലെ മടി പിടിച്ചൊരു സംഭവം വേറൊന്നും കാണില്ലല്ലേ. സാരല്ല, കുറച്ച് കഴിയുമ്പോ ശീലമായിക്കോളും. എ ഡേ ഇൻ മൈ ലൈഫ് ആസ് ആൻ RJ. ഇത് ചെയ്യാൻ പ്ലാൻ ഇട്ടപ്പോ തന്നെ എനിക്കെന്തോ മോർണിംഗ് ഷിഫ്റ്റ് തന്നെ കിട്ടി. ഇന്നത്തെ ഡ്യൂട്ടി ടൈം മോർണിംഗ് 5:40 ടു ഈവനിങ് 1:40 ആണ്. ഉറങ്ങിക്കിടക്കുന്ന മാക്ഫാസ്റ്റിനെ ഉണർത്താനാണ് ഞാൻ ദേ പോകുന്നത്. എങ്ങനെയാന്നല്ലേ, വാ കാണിച്ചു തരാം. ആ കാണുന്നതാണ് ഞങ്ങളുടെ സ്വന്തം റേഡിയോ മാക്ഫാസ്റ്റ് 90.4 FM. മോർണിംഗ് ഷിഫ്റ്റിലുള്ള RJ ആണ് റേഡിയോ സ്റ്റുഡിയോ ഓണാക്കി എല്ലാം സെറ്റാക്കുന്നത്. ഇന്ന് എനിക്കാണ് അതിന്റെ ചാർജ്. ഇതാണ് ഞങ്ങളുടെ ലൈവ് സ്റ്റുഡിയോ. തിരുവല്ലക്കാരുൾപ്പെടെ മറ്റു ജില്ലകളിൽ നിന്നുള്ള ലിസണേഴ്സ് കേൾക്കുന്ന റേഡിയോ മാക്ഫാസ്റ്റിന്റെ ശബ്ദം ദേ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈ ദ വൈ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ RJ റോഷൻ. സാധാ റോഷനായിരുന്നു. RJ റോഷനായിട്ട് 2.5 വർഷമാകുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയൊരു ജോബാണ് കേട്ടോ അത്. പണ്ട് കളിയായിട്ടാണെങ്കിലും റോഷന് സ്റ്റോണി എന്ന ഫുൾ നെയിം ചുരുക്കി RJ എന്ന ഓട്ടോഗ്രാഫ് ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പേരിനൊപ്പം ചേർക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്താണേലും ഞാൻ ഹാപ്പിയാണ്. RJമാർക്ക് വെറുതെ ഇരുന്ന് സംസാരിച്ചാൽ മാത്രം പോരെ എന്ന് പറയുന്നവരോട് മോർണിംഗ് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ റേഡിയോ ഓൺ ആക്കണം. നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന നോൺ സ്റ്റോപ്പ് ആയ സോങ്സും അഡ്വർടൈസ്മെന്റും റെക്കോർഡിംഗ് ഷോസും എല്ലാം ഇങ്ങനെ ഇരുന്ന് സെറ്റ് ചെയ്യണം. ഞങ്ങൾ ഇതിനെ ക്യൂ ചെയ്യണം എന്നാണ് കേട്ടോ പറയുന്നത്. വെളുപ്പിനെ ആയതുകൊണ്ട് തന്നെ ഒരുവിധം തണുപ്പ് സഹിച്ച് ഉറക്കപ്പിച്ചിലൊക്കെ ആയിരിക്കും. മോർണിംഗ് ഷിഫ്റ്റിൽ സ്റ്റുഡിയോയ്ക്കകത്ത് കയറിയാൽ തന്നെ അങ്ങ് കാശ്മീർ വരെ പോയ ഫീൽ ആയിരിക്കും. മാതിരി തണുപ്പല്ലേ. 5:45 റേഡിയോ മാക്ഫാസ്റ്റിന്റെ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. ഓണായി കഴിഞ്ഞാലും ബാക്കി കുറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അങ്ങനെ നേരം പരപരാന്ന് വെളുത്തു. ഇതെന്റെ റൂമിന്റെ ഫ്രണ്ടിൽ നിന്നെടുത്താണ് കേട്ടോ. ഇത് ബ്യൂട്ടിഫുൾ ആല്ലേ മാക്ഫാസ്റ്റിനെ കാണാനായിട്ട്. ഇത് ജമ്പൻ കുറച്ചു നാളായിട്ട് എന്റെ കൂടെ ഉണ്ട്. ആശാനുള്ളതുകൊണ്ട് ഡീഹൈഡ്രേഷൻ കാരണം ഇതുവരെ കിറിഞ്ഞു വീഴേണ്ടി വന്നിട്ടില്ല. 2 ലിറ്ററിന്റെ ആളല്ലേ. ഈ AC-ക്കകത്ത് പണി ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വെള്ളം ദാഹിക്കില്ല എന്ന് കരുതി കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ധനമാണ് വെള്ളം. പക്ഷെ ഈ വെള്ളം കൂടി ആവശ്യത്തിലധികമായാലും പ്രശ്നമാണ്, അമിതമായാലും അമൃതും വിഷമെന്നാണല്ലോ. ബൈ ദ വൈ, കാര്യത്തിൽ നിന്ന് വഴുതി പോകുന്നുണ്ട്. ഇനിയാണ് മോർണിംഗ് ഷോയ്ക്കുള്ള പ്രിപ്പറേഷൻ. അതിനു മുൻപ് റേഡിയോ മാക്ഫാസ്റ്റിനെ കുറിച്ച് പറയാം കേട്ടോ. 2009 നവംബർ 1 റേഡിയോ മാക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് റേഡിയോ ആണ്. അത് മാത്രമല്ല കേരളത്തിലെ 2ാമത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 FM. പണ്ട് പഠിപ്പുരയും കാഴ്ചപ്പാട് പേജും മാത്രം വായിക്കുമായിരുന്നു. പിന്നെ അധികം പത്രം വായിക്കാത്ത ഞാൻ അത് തുടങ്ങിയത് ഇങ്ങനാണ്. മോർണിംഗ് ഷോയുടെ കൂടെ ഇന്നത്തെ പത്രവിശേഷം എന്നൊരു സെഗ്മെന്റ് കൂടിയുണ്ട്. അതിന് നമുക്ക് അത്യാവശ്യം ന്യൂസ് ഒക്കെ കവർ ചെയ്യണം. പിന്നെ അന്നത്തെ സ്പെഷ്യാലിറ്റി എല്ലാം വെച്ചങ്ങ് കാച്ചും. അങ്ങനെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഏവർക്കും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ റോഷനാണ്. ബാലികമാരുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ദിവസമാണ്, സംസാരിക്കുന്ന ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെ സംസാരം മാത്രമല്ല, കോൾ വരും അറ്റൻഡ് ചെയ്യണം, ഇതിനിടയിൽ കൺട്രോൾ ചെയ്യണം, അതിനിടയിൽ ലിസണേഴ്സിന്റെ മെസ്സേജ് വന്നാൽ വായിക്കണം, ലൈവ് ഷോയ്ക്കിടയിലുള്ള പാട്ട് തപ്പണം, ഇടണം, കൂടെ അഡ്വർടൈസ്മെന്റ് പ്രോമോസ് ആഡ് ചെയ്യണം, കോള് കണക്ട് ചെയ്യണം. ഇതെല്ലാം ലൈവില് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചെറുതായിട്ടൊന്ന് പണി വാളിയാൽ എല്ലാം ഗുദാഹുവ. ഇനി പറ, നിങ്ങൾക്ക് വെറുതെ 2 വർത്താനം പറഞ്ഞിരുന്ന പോരെ എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? നഹീന്ന് പറഞ്ഞാൽ നഹി, ഞാൻ സമ്മതിച്ചു തരില്ല. കൂടിയുള്ളത് ഞാൻ റോഷൻ. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. ഇത് RJ പ്രതീക്ഷലാൽ. മോർണിംഗ് ഡ്യൂട്ടി ഉള്ളവർ ആദ്യം തപ്പിയിറങ്ങുന്നത് പത്രമാണ്. പ്രതീക്ഷണ്ടും പത്രം തപ്പിയിറങ്ങിയതാട്ടോ. വൈൻഡ് അപ്പ് സെഷനിലാണ് മെസ്സേജുകളുടെ ചാകര. പിന്നെ ചടപടയെന്ന് മെസ്സേജൊക്കെ വായിച്ച് ലാസ്റ്റ് കോളും അറ്റൻഡ് ചെയ്ത് ഷോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യും. 5:30 ഡ്യൂട്ടി ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ലൈവ് കഴിഞ്ഞാൽ ഒരൊറ്റ ഓട്ടമാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. എന്നാലും ഇന്ന് എന്തായിരിക്കും കഴിക്കാനെന്ന കൺഫ്യൂഷനിൽ തലയിൽ കൈവച്ച് പോവാണ് പ്രതീക്ഷേട്ടൻ. ഇന്ന് സാൾട്ട് മാംഗോ ട്രീ വിത്ത് വെള്ളക്കടലക്കറി പ്ലസ് പഴം.
അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ RJ ഷിബു മലയിൽ. കലാഭവൻ ഷിബു മലയിൽ എന്നാണ് അറിയപ്പെടുന്നത്. സിനിമാ നടൻ കലാഭവൻ ഷാജോൻ ചേട്ടന്റെ സ്വന്തം ബ്രദറാട്ടോ. റേഡിയോ മാക്ഫാസ്റ്റിന്റെ പ്രോഗ്രാം മാനേജർ കൂടിയാണ് ഷിബു ചേട്ടൻ. സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഈ ചാടിക്കയറി വരുന്നതാണ് റേഡിയോ മാക്ഫാസ്റ്റിന്റെ മിസ്റ്റർ പൊന്നിക്കര പ്രവീൺ കണ്ണൻ, റേഡിയോയുടെ സൗണ്ട് എഞ്ചിനീയർ. ആർട്ടിസ്റ്റ് കണ്ണൻ സാഗറിന്റെ ഓമന പുത്രനാണിത്. വന്ന ഉടനെ ആളങ്ങ് പണി തുടങ്ങിയത് കണ്ടില്ലേ? ആത്മാർത്ഥതയുടെ നിറകുടം. സൗണ്ട് എഞ്ചിനീയർ വന്ന പിന്നെ റെക്കോർഡിങ്ങിന്റെ ടൈമാണ്. എന്റെ റെക്കോർഡഡ് ഷോസ് എല്ലാം മ്യൂസിക് റിലേറ്റഡ് ആണ് കേട്ടോ. ഗ്രാമഫോണും നിശാഗന്ധിയും പിന്നെ ഓർമ്മയും. മിസ്റ്റർ പൊന്നിക്കരയോട് പെർമിഷൻ ചോദിക്കാണ്ട് കയറിയാൽ ഓടിച്ചിട്ടിടിക്കും. അതുകൊണ്ട് കേറിക്കോട്ടെ സാറേ എന്ന് ചോദിച്ചപ്പോഴുള്ള ചിരിയാണ് കേട്ടോ അത്. ഇതാണ് ഞങ്ങളുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. 80s ശേഷമുള്ള സോങ്സ് ആണ് ഗ്രാമഫോണിൽ ഞാൻ സെലക്ട് ചെയ്യാറുള്ളത്. 80s മുൻപുള്ള സോങ്സ് ആണ് നിശാഗന്ധിയിലുള്ളത്. ഓർമ്മ വേർപിരിഞ്ഞു പോയ കലാകാരന്മാരെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതൊക്കെയാണ് എന്റെ റെക്കോർഡഡ് ഷോസ്. ഇനി ഇത് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ലൈവ് സ്റ്റുഡിയോയിലേക്ക് അയക്കുന്നതാണ് മിസ്റ്റർ പ്രവീൺ കണ്ണന്റെ പണി. ഹായ് ഹലോ, വെൽക്കം ടു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഗ്രാമഫോൺ. ഗ്രാമഫോണിൽ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ റോഷനാണ്. പെൺകുട്ടിയെ പോലെ വളർത്തപ്പെട്ട ആൺകുട്ടിയുടെ കഥ പറഞ്ഞ ചിത്രം നമ്മൾ കണ്ടതാണ് ചാന്തുപൊട്ട് എന്ന സിനിമ. റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ സാറ് വന്നതെന്ന് അറിഞ്ഞത്. ഇത് റേഡിയോ മാക്ഫാസ്റ്റ് സ്റ്റേഷൻ ഡയറക്ടർ രാധാകൃഷ്ണൻ കുറ്റൂർ സാർ. 26 വർഷം ഹിന്ദു പത്രത്തിന്റെ സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായി. എന്തായാലും അടുത്ത ബുക്കിനുള്ള ടൈം ആയിട്ടുണ്ട്. സ്പെഷ്യൽ ഫിഷ് ഫ്രൈ പോയ പോക്കാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇത് RJ അമൃത കാർത്തിക, ഇന്നത്തെ നൈറ്റ് ഷിഫ്റ്റുകാരി. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മൂങ്ങ. ഹലോ ഹായ് നമസ്കാരം, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ RJ അമൃത കാർത്തിക. എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇത് RJ ദീപ എന്തോ പണിയിലാട്ടോ. പിറ്റേ ദിവസത്തേക്കുള്ള പ്രോഗ്രാമിനുള്ള സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യാനുള്ള പാട്ടുകളാണ് തപ്പുന്നത്. പിന്നെ വർത്തമാനമായി, ചിരിയായി, ചളിയായി, എല്ലാം കൊണ്ടും ഫില്ലായി. അപ്പൊ ചാച്ചാ ബൈ ബൈ പറഞ്ഞ് ഷിഫ്റ്റും കഴിഞ്ഞു പ്രവീൺ കണ്ണനും പോയി. ഇറങ്ങിപ്പോ. ഇനി ലേഡീസ് ടൈം. അധോലോക ചർച്ചയാണ് ഇനി അങ്ങോട്ട്. അമ്രുവിന്റെ തള്ളു വിത്ത് എക്സ്പ്രഷൻ ആയിരുന്നു മെയിൻ ഐറ്റം. 1 കിലോ തള്ളാണെങ്കിൽ അതിൽ 1/2 കിലോ എക്സ്പ്രഷൻ ഇട്ട് പൊലിപ്പിക്കും. ഒട്ടും നിവർത്തിയില്ലാതെ ഞങ്ങൾക്കും അങ്ങ് ചിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. സംഭവം നൈസാണ് കേട്ടോ. ഈ ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് ഒരുപാട് പേർക്ക് വേണ്ടി സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ വന്നിരുന്ന് വർത്താനം പറയുന്ന അവസരം കിട്ടിയാൽ ഞങ്ങൾ ആരും മിസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ഷിഫ്റ്റിനുള്ള സൗണ്ട് എഞ്ചിനീയർ ദേ എത്തിപ്പോയി. ഇത് പ്രവീൺ മക്കള, ഞങ്ങളുടെ റേഡിയോയുടെ സുന്ദരനും സുമുഖനും സർവോപരി സംഗീതജ്ഞാനിയും എന്നാണ് പറയപ്പെടുന്നത്. 14 വർഷമായി റേഡിയോ ഫീൽഡിലുള്ള സൗണ്ട് എഞ്ചിനീയർ ആണ് പ്രവീൺ ചേട്ടൻ. ശരിക്കും എന്റെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് കഴിഞ്ഞ കേട്ടോ, 1:40. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് വെളുപ്പിനെ 5:30 മുതൽ രാത്രി 12 വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 12 മണിക്ക് റേഡിയോ ഓഫാക്കി ഇതേ അമ്രു ഇറങ്ങി. ഇതാണ് എന്റെ റേഡിയോയിൽ ഒരു ദിവസം. വെളുപ്പിന് ഇറങ്ങിയതുകൊണ്ട് ഞാൻ നല്ല ടയർഡായിരുന്നു. ഇന്നത്തെ എല്ലാം കഴിഞ്ഞു, ഇറങ്ങിയാണ്. ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നാളെ എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ആണ്. അടുത്ത ദിവസം നൈറ്റ്. അങ്ങനെ കറങ്ങി ഷിഫ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എൻ RJ. ഇനിയും കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് മീ RJ റോഷൻ സൈനിങ് ഓഫ്. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തെ ബെല്ലെ പിടിച്ച് ഞെക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.